സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാമെന്നും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി 3 രീതിയിൽ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. കമ്പനി നൽകുന്ന ഈ അപ്ഡേറ്റിലൂടെ പ്രൈവറ്റ് സംബന്ധമായ കാര്യങ്ങളും സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങളും ടീച്ചേഴ്സ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ ചെയ്ത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. കമ്പനിക്കാർ അപ്ഡേറ്റിലൂടെ പുതിയ വെർഷനിലേക്ക് മാറാനുള്ള അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നൽകാറുണ്ട്. എന്റെ കൂട്ടുകാരെ, അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന ബാക്കി വീഡിയോകളൊക്കെ ഞാൻ ഈ ചാനൽ ഇടുമ്പോൾ എന്റെ കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ഈ വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത മറ്റു വീഡിയോകൾ എന്റെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാലേ ഈ വീഡിയോയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വിശദമായ ഈ സെറ്റിംഗ്സിലേക്ക് കടക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായിട്ടുള്ള എബൌട്ട് ഫോൺ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് നേരെ താഴെയായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ അതിന് നേരെ താഴെ ഡൗൺലോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അത് 100% ആയി കഴിയുമ്പോൾ അവിടെ നേരെ താഴെയായി ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എന്റെ ഫോണിൽ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് എന്റെ ഇവിടെയുള്ള ഓപ്ഷൻ യുവർ സോഫ്റ്റ്വെയർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വേറെ രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നേരെ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഇങ്ങനെ ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മളെ സെറ്റിംഗ്സിന് മുകളിൽ സെർച്ച് ബാർ കാണും. അവിടെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നേരെ താഴെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കാണും. നിങ്ങൾ അവിടെയും ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.